നമസ്കാരം. റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഈ ചാനൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദേട്ടാ നമസ്കാരം. നമസ്കാരം. നന്ദേട്ടാ, ഈ പറയുന്ന പോലെ എന്താണ് തദ്ദേശ ഇലക്ഷൻ ഒന്നാം ഘട്ടം ഇന്നലെ അവസാനിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് LDFന് ഞങ്ങൾ ഇത്തവണയും വലിയ 75-ൽ പരം സീറ്റ് പിടിക്കുമെന്നൊക്കെയാണ് ശിവൻകുട്ടിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഈ പോളിംഗ് അവസാനിച്ചതിന് ശേഷം LDFന്റെ എല്ലാ ആത്മവിശ്വാസവും കുത്തനെ താഴോട്ട് പോയി എന്ന് മാത്രമല്ല, BJP ഏകദേശം ഭരിക്കുമെന്നുള്ള നിലയിലുള്ള പലതരത്തിലുള്ള പ്രവചനങ്ങളും പലതരത്തിലുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല മൊത്തത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? മൊത്തത്തിൽ എനിക്ക് തിരുവനന്തപുരം ഇപ്പൊ യഥാർത്ഥമായിട്ട് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലൊരു സർക്കാർ വിരുദ്ധ ചിന്താഗതി, ഒരു സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള ഒരു വലിയൊരു നിലപാട് ഇന്നിപ്പോ ജനങ്ങളുടെ ഇടയ്ക്കുണ്ട്. ജനങ്ങൾ ഈ സർക്കാരിന് സത്യത്തിലെതിരാണ്, പക്ഷെ ഓൾട്ടർനേറ്റീവ് ഇല്ല. അപ്പൊ നമുക്ക് പലപ്പോഴും തോന്നുന്നു ഇനി വരുന്നൊരു തെരഞ്ഞെടുപ്പ് ഒരു സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള വിരുദ്ധ നിലപാട് കൊണ്ട് സർക്കാർ നിലംപതിക്കുന്നു നമുക്ക് തോന്നാം, പക്ഷെ അത് സാധ്യതയില്ല. പക്ഷെ മറിച്ച് എവിടേക്കാണോ സർക്കാരിന് വീഴാൻ സാധ്യതയുള്ളത്, സർക്കാരിന് ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്, ആ സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ആളുകൾ വരും. തിരുവനന്തപുരം സംഭവിക്കുന്ന അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് മേയർ ഊട്ടി എന്ന് പറഞ്ഞൊരു സഹോദരിയെ വെച്ചിട്ട് ഭരണം നടത്തി. ഈ തരത്തിൽപ്പെട്ട് 21 വയസ്സും 22 വയസ്സുള്ള കൊച്ചു പിള്ളേരെ വെച്ചിട്ട് കോർപ്പറേഷന്റെ ഭരണം നടത്തുന്നത് ഇവരുടെ ഭരണ നിപുണതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇവരെ വെച്ച് ചില ആളുകൾക്ക് എൻഗേജ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്, ഇതിന് മുതലെടുപ്പ് നടത്താനുള്ള ഭാഗമായിട്ടാണത്. അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത ചില കൊച്ചു പിള്ളേരെ കൊണ്ടുവന്നിട്ട് മേയറാക്കുക, അവരെ കൊണ്ടൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കുക, അവരെ കൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ ആക്കുക, അവരെ കേരളത്തിന്റെ മന്ത്രിയാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഭരണം നഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ഇവരെ വെച്ച് മുതലെടുക്കുന്ന ചില ലോബികളുടെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം തിരുവനന്തപുരത്ത് നടന്നത് ശരിക്കതാണ്. അതുകൊണ്ട് തന്നെയാണ് അഴിമതി നടന്നു അല്ലെ, വമ്പൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ആ പറയുന്ന പെൺകുച്ചിന്റെ വേറെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടിയെ പേര് ഞാൻ പേര് പോലും ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന പെൺകുട്ടി അവർ ഭർത്താവും കൂടി കൂടിയിട്ട് അന്ന് ഒരു KSRTC ബസ്സിന് കടന്നു നിന്ന് അതിന്റെ മുമ്പിൽ നിന്നിട്ട് വണ്ടി തടയുക, ആ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുക, അയാളെ കൊല്ലുന്നു എറിഞ്ഞ് ഭീഷണിപ്പെടുത്തുക, ഞാൻ ആരാണെന്ന് അറിയാമെന്ന് അയാളോട് ചോദിക്കുക. ഇത്തരം പ്രവൃത്തികൾ ഒരു മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാവുന്നതാണോ? പാടില്ലാത്തതല്ലേ. അതിന് കാരണം എന്നുവെച്ചെങ്കിൽ ഈ കുട്ടിയുടെ പ്രായത്തിന്റെ പ്രശ്നമാണത്, ഈ കുട്ടിയുടെ പാകതയുടെ പ്രശ്നമാണ്. ഈ പറയുന്ന ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഭരിക്കാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളുടെ പിന്നാമ്പുറം കഥകളിലേക്കാണ് വസ്തു നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നതാണ്. ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല, ഇത് എക്കാലത്തും തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പിരപ്പൻകോഴ് മുരളിയുടെ ഒരു പുസ്തകമുണ്ട്, പോരാട്ടത്തിന്റെ കഥ, അദ്ദേഹത്തിന്റെ പിന്നാമ്പുറം കഥകളെ കുറിച്ചിട്ടാണ്. ആ കഥകൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ തിരുവനന്തപുരത്ത് ചില രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കുന്ന ആളുകള് ചില ആളുകളെ വച്ചുകൊണ്ട് മറ്റുള്ളവർ മുതലെടുക്കുന്നതിന്റെ കൃത്യമായിട്ടുള്ള ചിത്രം പിരപ്പൻകോട് മുരളി, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും കൂടിയാണ്. ചില നാടകങ്ങളും കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ആളാണ് അദ്ദേഹം. ഈ പറയുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഈ കോർപ്പറേഷൻ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഈ കോർപ്പറേഷൻ അനുദിനം പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാവപ്പെട്ട മേയറൂട്ടി, ഞാൻ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മേയറൂട്ടി എന്നാ അവരെ വിളിക്കുക, ഈ പറയുന്ന മേയറൂട്ടിക്ക് ഒരു കോർപ്പറേഷൻ ഭരിക്കുവാനുള്ള ഒരു കരുത്തോ ശക്തിയോ ബുദ്ധിശക്തിയോ ആ കുട്ടിയെ സംബന്ധിച്ചില്ല. മറിച്ചൊരു പഞ്ചായത്ത് മെമ്പർ വേണമെങ്കിൽ മാക്സിമം ആകട്ടെ എന്നുള്ളതിന്റെ അപ്പുറത്ത് ഈ തരം ബുദ്ധി ഉറയ്ക്കാത്ത ചില ആളുകളെ കൊണ്ടൊന്ന് മേയറാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫലം, കാലങ്ങളായിട്ട് CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷൻ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ആ സാഹചര്യത്തിലാണ്. ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെയല്ല. ഇന്നിപ്പോ അവിടെ എക്സിറ്റ് പോൾസ് എല്ലാം പറയുന്നത് തന്നെ ശരിക്കും, അതേപോലെ തന്നെ വേറെ ചില ആളുകളുടെ നിഗമനങ്ങളെല്ലാം വരുന്നതിന് ശരിക്ക് ഭൂരിപക്ഷം സീറ്റുകൾ BJP ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഏകദേശം 55-നും 65-നും ഇടയ്ക്ക് സീറ്റ് BJPക്ക് അവിടെ കിട്ടുന്നതാണ് പറയുന്നത്. കോർപ്പറേഷൻ ഭരിക്കാനുള്ള വ്യക്തമായുള്ള ഭൂരിപക്ഷം ഒരു 35-ൽ താഴെ സീറ്റുകളിലേക്ക് ഭരണകക്ഷിയായിരിക്കുന്ന CPM മാറും, ഒരു 5-ഓ 10-ൽ താഴെ സീറ്റുകളിലേക്ക് കോൺഗ്രസ് മാറും. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ സാധ്യതയുണ്ട്. അതിപ്പോ അവിടെ മാത്രമല്ല, മുഴുവൻ കേരളത്തിൽ നോക്കിയാല് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട്. ഈ മാറ്റങ്ങളിൽ ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം ആര് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് സംഗതി പ്രശ്നമുള്ളത്. ആ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ തിരുവനന്തപുരത്ത് ഒരു പരിധി വിജയിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് തൃപ്പൂണിത്തുറയില് മുനിസിപ്പാലിറ്റി ഉണ്ട്. ആ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഭരണമാറ്റത്തിന് നല്ല സാധ്യതയുണ്ട്. അങ്ങനെ കൊടുങ്ങല്ലൂർ സാധ്യതയുണ്ട്. എവിടേക്കാണോ
പ്രതിപക്ഷത്തിന് ശക്തമായിട്ട് വേരോട്ടമുള്ള സ്വാധീന ശക്തിയുള്ള മേഖലകളിൽ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഭരണമാറ്റം ഉണ്ടാവും എന്നുള്ള സംശയമൊന്നുമില്ല. അതിന് ഭരണമാറ്റം ഉണ്ടാകുന്നത് അത്ര വലിയ മാറ്റമൊന്നും ആവശ്യമില്ല. ഇവിടെ ഒരു 3-4% വോട്ടിന്റെ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾ താഴെ വീഴും. കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മൊത്തമുള്ളത് ഒരു 35-40 വോട്ടാണ്. ഈ പറയുന്ന വോട്ട് അവരുടെ ഫിക്സഡ് വോട്ടാണ് അവരുടെ. മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു 30-35% വോട്ടേ കോൺഗ്രസിനുള്ളത്. BJPയെ സംബന്ധിച്ച് ഏകദേശം ഒരു അറൌണ്ട് 20% വോട്ടാണ് BJPയെ സംബന്ധിച്ചുള്ളത്. ഇതിനൊക്കെ ചില ചെറിയ മാറ്റങ്ങൾ വരുന്ന സമയത്ത്, ഓരോ പ്രദേശത്തിന്റെ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇതിന്റെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാം കൃത്യമായിട്ട് ഇതിന് ചില മാറ്റങ്ങൾ പ്രതിഫലിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ഫലിക്കേണ്ടി വരും. ആ ഒരു പ്രതിഫലനമാണ് നമ്മൾ തിരുവനന്തപുരത്ത് കാണാൻ വേണ്ടി പോകുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, അത് കേരളത്തിൽ വ്യാപകമായിട്ട് പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളിലും ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു 20-25% സീറ്റുകളുടെ വർധനവ് BJPക്ക് ഇത്തരം കാര്യങ്ങളെ കൊണ്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറിച്ച് കോൺഗ്രസിന് കിട്ടുന്നില്ല. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും കോൺഗ്രസിന് അർഹിക്കപ്പെട്ട സീറ്റുകൾ പോലും കോൺഗ്രസിന് കിട്ടാൻ പ്രയാസമുണ്ട്. കാരണം കോൺഗ്രസിന് ഇപ്പൊ എല്ലാ സ്ഥലത്തും വിമതന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. തമ്മിൽ അസാമാന്യ അടിയാണ്. എല്ലാവരും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ടാണ്. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവണം, മുൻ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയാവണം, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ആയക്കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. പഴയ കാലത്തുണ്ടായിരുന്ന എല്ലാ KPCC പ്രസിഡന്റുമാർക്കും മുഖ്യമന്ത്രിയാവണം. അവിടെ കേന്ദ്രത്തിലിരിക്കുന്ന ഓൾ ഇന്ത്യ സംഘടനാ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയാവണം. അങ്ങനെ 8-10-12 മുഖ്യമന്ത്രിമാർ വന്നിട്ട് ഓരോ ജില്ലയും പകുത്തെടുത്തുകൊണ്ട് ആ ജില്ലകളിലെല്ലാം കോൺഗ്രസിനെ നാമാവിശേഷമാക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിക്കുന്നത് ഈ തരത്തിലുള്ള മുഖ്യമന്ത്രി പദമോഹികളാണെന്ന് പറയാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. അതിന്റെ ഭാഗമാണ് കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ നന്ദേട്ടാ, ഇതില് ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് കിട്ടും എന്നാണ് BJPയും BJPയുടെ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഒരു പക്ഷെ അത് സംഭവിച്ചാൽ വലിയ അത്ഭുതപ്പെടാനുണ്ടോ? അല്ല, സംഭവിച്ചാൽ അത്ഭുതപ്പെടാനല്ല. 25% കിട്ടുന്ന എനിക്ക് തോന്നണില്ല. 25% എന്ന് പറഞ്ഞാൽ വലിയ ശതമാനമാണ്. 25% കിട്ടിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് കാതലായിട്ടുള്ള മാറ്റം സംഭവിക്കും. അത്ര ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഏതാണെങ്കിലും ഒന്ന് വ്യക്തമാണ്, BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് കേരളത്തിൽ ഒരു മന്ദമാരുതന് അതിന്റെ പേരിൽ വീശുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതൊരു പക്ഷേ 2% 3% അങ്ങനെയാണെങ്കിൽ പോലും വലിയ വർധനവാണ്. അതിന് BJPക്ക് കിട്ടിയിരുന്ന വോട്ടിനേക്കാൾ 10% തുടങ്ങി 20% വരേക്കുള്ള വോട്ട് വർധനവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുന്ന സമയത്ത് അവർക്ക് നിലവിലിരിക്കുന്ന സീറ്റിന്റെ ഇരട്ടിയോളം സീറ്റിലേക്ക് എത്തിച്ചേരാനും നിരവധി മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും എല്ലാം കോർപ്പറേഷൻ അടക്കം ഭരിക്കുവാനുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് വലിയ രീതിയിൽ BJPയെ സഹായിക്കില്ലേ? സഹായിക്കാൻ വേണമെങ്കിൽ, നിർബന്ധമില്ല. കാരണം നമ്മൾ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഒരു ട്രെൻഡ് അല്ല അസംബ്ലിയെ സംബന്ധിച്ചുള്ളത്. അസംബ്ലിയിൽ പലപ്പോഴും ആണെങ്കിൽ ഈ ജയിക്കുന്ന ആളുകൾക്ക് ഒരു വോട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്ക് മലയാളിക്ക് പ്രത്യേകിച്ചുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും BJPക്ക് കേരളത്തിൽ സീറ്റും വോട്ടും കിട്ടാതിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഇത് അസംബ്ലിയിൽ വേണമെങ്കിൽ ബാധകമാകാം. അപ്പൊ 25% വോട്ട് അല്ലെങ്കിൽ 23% വോട്ട് BJPക്ക് കിട്ടിയാല് നമുക്ക് വേണമെങ്കിൽ തരാം. അങ്ങനെ 28 സീറ്റ് BJPക്ക് കിട്ടണ്ടേ? കിട്ടൂലല്ലോ. BJP പോലും ടാർഗറ്റ് ചെയ്യുന്നത് 10 സീറ്റിൽ താഴെയാണ് പാർലമെന്റിലേക്ക്, അസംബ്ലിയിലേക്ക്. അങ്ങനെ പാർലമെന്റിലേക്ക് BJPക്ക് കിട്ടിയത് കേവലം 1 സീറ്റ് മാത്രമാണ്. ഇതിനെല്ലാം കാരണം ഈ ശതമാനവും സീറ്റുകളും തമ്മിൽ കാര്യമായ ബന്ധമില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊരു തലം കഴിഞ്ഞാൽ മാറും. ഈ പറയുന്ന 25 എന്നുള്ള കഴിഞ്ഞൊരു 30 എത്തിക്കഴിഞ്ഞാലേ വളരെ പെട്ടെന്ന് ഒരു ചേഞ്ചിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഷിഫ്റ്റ് വളരെ സ്പീഡാവും. അതിനുശേഷം വരുന്ന ഓരോ ശതമാന വോട്ടുകളും സീറ്റിന്റെ എണ്ണത്തിൽ വർധനവിനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥാനാർത്ഥികളെയും കാണാൻ വേണ്ടി പോകുമ്പോൾ, നമ്മൾ ഫീൽഡിൽ പോകുന്ന സമയത്ത് പല ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതുവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആളുകൾക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണാനേ ഇല്ല. എല്ലാ മുന്നണികളെയും പോലെ അതിൽ കൂടുതൽ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ഇപ്പം നരേന്ദ്രമോദിയുടെ അതുപോലെ തന്നെ BJPയുടെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഫലമായി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വളരെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയാണെന്നും അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതാണെന്നും ഒരു ചിന്ത, ഒരുപക്ഷെ നമ്മളിലേക്ക് അത് വരുമെന്ന ചിന്ത മലയാളി വോട്ടർമാർക്കിടയിൽ ഒരുപാട് വർദ്ധിച്ചു എന്നുള്ളത് തന്നെയല്ലേ?
അല്ല, അങ്ങനെ വർദ്ധിച്ചിട്ടുണ്ട്. അതിന് കാരണം ഇനി BJP ജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉം. ഈ ജയിക്കാൻ തുടങ്ങിയ സമയത്ത് ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു പറയുന്നു, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിക്കുന്നു പറയുന്നു, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പിടിക്കുന്നു പറയുന്നു, പാലക്കാട് മുനിസിപ്പാലിറ്റി നിലനിർത്തുന്നു പറയുന്നു. അതെ. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു വിജയപ്രതീക്ഷ ഉണ്ടാവുന്ന മലയാളിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. മലയാളി ഇന്ന് വിജയത്തിന്റെ പക്ഷത്താണ്. ആരെങ്കിലും തോറ്റാൽ ആ പക്ഷത്തേക്ക് മലയാളി തിരിഞ്ഞു നോക്കാറേ ഇല്ല. തോൽവി നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മൾ ജയത്തിന്റെ കൂടെയാണ്. ആ ജയത്തിന്റെ കൂടെയായിട്ട് നമ്മളെല്ലാം ഇന്ന് മാത്രമല്ല, അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടം തുടങ്ങിയിട്ട് തന്നെ അങ്ങനെയാണ്. ഇപ്പൊ നമുക്കറിയാലോ, കേരളത്തിലെ ഏറ്റവും വലിയ ചില ദിനപത്രങ്ങളൊക്കെ ഉണ്ട്. അവർ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിട്ട് നിന്നിരുന്നവരാണ്. പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ സമയത്ത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ കൈകൊണ്ട് അതിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ആളുകളായിട്ട് ഈ പത്രം മാറിയിട്ടുണ്ട്. അതൊരു ഒരു മലയാളിയുടെ പൊതു സ്വഭാവമാണ്. ഈ പൊതു സ്വഭാവത്തിന്റെ അടിസ്ഥാനം അത് BJPയെ സംബന്ധിച്ചും ബാധകമാണ്. അതുകൊണ്ട് BJPയുടെ സീറ്റുകൾ വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതിന് വലിയ വർധന വരും. വേണമെങ്കിൽ അത് അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്തും അതിന്റെ ഒരു പ്രതിഫലനത്തിന് വളരെയധികം സാധ്യതയുണ്ട്. തീർച്ചയായും. എന്തായാലും ഒരുപാട് നന്ദി. നമസ്കാരം.